ഹായ് ചങ്ങാതിമാരെ, ഞാൻ എഴുതി വയനാടിൻ്റെ സ്വന്തം റേഡിയോ മാറ്റിലിൽ അവതരിപ്പിച്ച കുറച്ച് വരികളാണ്. അതൊരു കവിതയായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ സന്തോഷം. കേട്ടവർ ക്ഷമിക്കുക, കേൾക്കാത്തവർ കേൾക്കട്ടെ. മരങ്ങൾക്കെല്ലാം ചിലയും ഇലയും തണലുമുണ്ടെന്നാൽ ഒരു മരച്ചുവട്ടിൽ നിന്നിരിക്കാൻ കൊതിച്ചു. തണലേകുമെന്ന് കരുതി മരത്തോടും ചോദിച്ചു, ഈ തണലിൽ ഒന്നിരുന്നോട്ടെ, ഒരിത്തിരി തണലേകുമോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി മൗനമാം പ്രതികരണം, വേദനയായി മനമിൽ. മാപ്പിരുന്നാലും മതി വരില്ല എങ്കിലും ശാപജന്മവുമായി ജീവിച്ചിടുന്നു മാപ്പിനായി. എൻ യാചന ഏറ്റെടുക്കുവാൻ കഴിയാതെ പോയത് അവിടം എനിക്കായിടമില്ല എന്നുള്ളതാണെന്ന സത്യവും ഞാൻ അറിയുന്നു. വിട്ട വാക്കുകൾ തിരിച്ചെടുത്താലും മായുമോ ഏറ്റനെഞ്ചിലെ വേദന? നടന്ന ദൂരം തിരിച്ചു താണ്ടിയാലും മായുമോ വെച്ച കാൽപ്പാടുകൾ? തൊടുത്തു വിട്ട വാക്കുകൾ എത്ര ദൂരം പോയെന്നറിയാതെ അന്ധനായി നടക്കവേ സ്ഥാനമില്ലാത്തടത്ത് കയറി ചെല്ലാൻ കൽപ്പിനിയേകിയ സർവനാഥനോടായി ചോദിച്ചിടുന്നു, എന്തിനീ കരിയില പോലൊരു ജന്മം തന്നു നീ? കാണികളെ കൊണ്ടു കല്ലെറിയിപ്പിക്കുന്നു. അന്ധനായി നടക്കുന്നവൻ്റെ കാലിൽ തട്ടുന്ന കല്ലിനുമുണ്ട് നൊമ്പരങ്ങളുടെ കഥ പറയാൻ. അന്ധനായവന് കണ്ണിന് കാഴ്ചയില്ല, അന്ധൻ്റെ കാലിനും കാഴ്ചയില്ല. അന്ധൻ്റെ കാലിൽ തട്ടുന്ന കല്ലിനും കാഴ്ചയില്ല. കാഴ്ചയില്ല അന്ധനെ, കാഴ്ചയില്ല കല്ലെടുത്തെറിയുന്നവന് കാഴ്ചയുണ്ടോ എന്ന് ചോദിക്കാൻ. കാഴ്ചയുള്ള ദൈവങ്ങളെവിടെ? അന്ധനായവന് ദൈവങ്ങളെ കാണാൻ കഴിയുമോ? മുൻജന്മ സുഹൃതം, മുൻജന്മ സുഹൃതക്ഷയം എന്നാണോ ഇതിൻ്റെ നാമം? സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വെളിച്ചം പകരാനാണ്. അതുപോലെ നാം ഓരോരുത്തർക്കും മഞ്ഞിനും വെളിച്ചം പകരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക്സ്.